നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വിദേശ ഉപരിപഠനത്തിന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ ഇവിടെ ഒളിവിൽ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഉണ്ട തിന്നേണ്ടി വന്നാൽ അവിടെ ഞാൻ പോയി തിന്നുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല. കാരണം എന്താ ഞാൻ പറയാ, നമുക്ക് തെറ്റ് ചെയ്യാത്തവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ഈ ഓവർ കോൺഫിഡൻസ് ആണ് ഇന്ന് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ആവാനുള്ള കാരണം. നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നമുക്ക് ഒന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ, തെറ്റ് ചെയ്തവർക്ക് ഉള്ളിൽ ഭയം. ജനിക്കും മുമ്പൻ മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ആയതിനാൽ ഭാരതൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കിയാണ്. വല്ലത് മനസ്സിലായത് ഒരു പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു ചൊല്ലാണ് കേട്ടോ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവസ്ഥ എന്താണെന്നറിയോ? +2 കഴിഞ്ഞ പാടെ മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടർ ആക്കണം. ആയതുകൊണ്ട് തന്നെ എന്താണ്, നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു, തേർഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു. ഇത് കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത് അല്ല. നമ്മുടെ ഇന്ത്യയിലാകെ 1 ലക്ഷം സീറ്റേ മെഡിസിൻ ഉള്ളൂ. എന്നാൽ 24 ലക്ഷത്തിൽ കൂടുതൽ പിള്ളേരാണ് എക്സാം എഴുതുന്നത്. ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവരെന്താണ്, കഴിവുകേട് കൊണ്ട് തള്ളി മാറ്റപ്പെടുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഡോക്ടർ ആകണം. അത് അവർക്കൊരു ഉപാസനയാണ്, അവരുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, അതൊരു ഈഗോയാണ്, അതൊരു സെൻസിറ്റീവ് പാർട്ടാണെന്ന് പറയും. ഇവർ വേറൊന്നിനെ പറ്റി, വേറൊരു കോഴ്സിനെ പറ്റി മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല. ഇന്നലെ എന്റെ മുമ്പിൽ വന്നൊരു ഫാമിലി ഇത് തന്നെയായിരുന്നു. മകൾക്ക് ഡോക്ടർ ആവണം, ആയേ പറ്റൂ. ചേച്ചി ഇത് സീറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ, ചേച്ചി ഇതിന് വല്ല ഗൈഡൻസും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറേ കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വരുന്ന ഫെബ്രുവരിയിൽ നമുക്ക് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ MBBS ഏതാനും സീറ്റുകളുണ്ട്. നമ്മുടെ കുറച്ച് പിള്ളേർ പോകുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇയർ ഇനിയും ഗ്യാപ്പ് ആക്കാതെ പോകാം. ഇനി അടുത്ത സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഞാൻ തയ്യാറാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് മീ. മീ ശരി വിത ന്യൂസ് കേരള. 44 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി, ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ നല്ലൊരു ഇതാണ്. കാരണം അവിടെ ചെന്നാൽ കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ജോലി ചെയ്യാം, അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പല തവണകളിലായിട്ടാണ് ഈ പൈസകൾ വാങ്ങിച്ചത്. GSTയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ GST കാണിക്കണം, അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും, നമുക്കും കാണിക്കേണ്ടി വരും. അതുകൊണ്ട് കയ്യിൽ തന്നാൽ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി ഈ കടമില്ല എങ്ങനെ വീട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം, ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ പറഞ്ഞു ഒത്തിരി പൈസ നിങ്ങൾ ആരെങ്കിലും മറിച്ച് താ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം, അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം 3 ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് ജോലി ചെയ്ത് കടം വീട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി പൈസ അപ്പോൾ ഞങ്ങളൊരു 6 ലക്ഷം കൊടുത്തു. അങ്ങനെ വഴക്കായി സംസാരമായി. അപ്പോൾ പറഞ്ഞു നീ ഇനി ഏത് പോലീസിലായാലും ശരി, ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു നയാ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. ആര്യൻ സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് എന്നെ വന്ന് കാണുന്നത്. ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത്, വർക്ക് വിസ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ്, 11 ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ, ഭാര്യ സിനി കൃഷ്ണയും കൂടെ എരഞ്ഞിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനവുമായി കണക്ട് ചെയ്ത് ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്തത്. അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇവർ പറഞ്ഞ പോലത്തെ ലക്ഷം വാങ്ങി എന്നുള്ളതും ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല, കാരണം അതായത് അവരുടെ വയർപ്പിന്റെ പൈസയാണ്. ഈ ലക്ഷം കയ്യിൽ വാങ്ങിയത് ഈ ബിബിൻ എന്നെ പറ്റിക്കുകയെന്ന് മനസ്സിലായപ്പോൾ ഞാനാണ് ഈ സോഫിയോടാണെങ്കിലും ആര്യനോടാണെങ്കിലും 16ഓളം കാൻഡിഡേറ്റ് ഉണ്ട്. ഈ 16ഓളം കാൻഡിഡേറ്റിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ട്രസ്റ്റ് ചെയ്ത കമ്പനി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വരാൻ പറ്റുമോ, വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇനിഷ്യമായിട്ട് കണക്ട് ചെയ്ത് ബിബിൻ ജോർജിൻ്റെ കയ്യിൽ നിന്ന് ഇവർ 2-3 തവണ ബിബിൻ ജോർജുമായിട്ട് ഞാനുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ചേർന്ന് ഇവർ പറയും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തോളാം. ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വാ. കുറേ കാൻഡിഡേറ്റിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിരുന്നു, ഇരകളാക്കപ്പെട്ടവരെ. കുറേ പേര് വന്നു ഫാമിലിയായിട്ട്. അവർക്കൊക്കെ ബിബിൻ്റെ അമ്മയും ബിബിനും എഗ്രിമെന്റ്, നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെന്റും ചെക്കും കൊടുത്തു. അപ്പോൾ ഇവർ വരാതിരുന്നത് കാരണം ഇവർ പിറ്റേ ദിവസം, വേറൊരു ദിവസം ഞാൻ പോലും അറിയാതെ ബിബിൻ്റെ അടുത്ത് പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് ചെക്കും അതുപോലെ തന്നെ എഗ്രിമെന്റും വാങ്ങി പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് ബിബിൻ പൈസ കൊടുക്കുന്നുണ്ട്. ബിബിൻ അവരുടെ അക്കൗണ്ട് വഴി, ബിബിൻ്റെ അക്കൗണ്ട് വഴി 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിറ്റ് ബിബിൻ ജോർജ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല, ബിബിൻ ഡീൽ ചെയ്തോളുന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റിനും ഇതുപോലെ ഞാൻ ചെക്കും എഗ്രിമെന്റും വാങ്ങി കൊടുത്തതാണ്. എല്ലാവരും അവരുടെ പൈസയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ പൈസയായിട്ട് 11 ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരനായ സിനി കൃഷ്ണയും ബിബിൻ ജോർജ് അവർക്ക് കൊടുത്തു. എല്ലാവരും കാണണം തോന്നില്ലേ? കാരണം നിങ്ങളുടെ അടുത്ത് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്ന് തോന്നി. ഞാൻ 1 വർഷമായിട്ട് ഇപ്പം കുറേ നിങ്ങൾ കണ്ടല്ലോ വിസ തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട് വാർത്താ ചാനലിലൊക്കെ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അത് സാധാരണ കോടികൾ പറ്റിച്ചവരത് പോലും വരാറില്ല. എൻ്റെ ഈ ഒരു കേസിൽ വരാനുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഒന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സ്റ്റുഡൻറ് വിസ ചെയ്യുന്ന ഏജന്റുമാരുടെ UK-ലും അങ്ങനെയൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥ അറിയാതെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഹായ് ഹേ ബ്രദർ ജോൺസൺ, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യത്തിന് എൻ്റെ ഭർത്താവിനെ പോലീസുകാർ കുറച്ച് മണിക്കൂറിനേക്കാണെങ്കിലും അങ്ങനെ പോകേണ്ടി വന്നതിൽ നല്ല വിഷമമുണ്ട്. എൻ്റെ ജോൺസേട്ടായിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വർക്ക് വിസ സ്റ്റുഡൻറ് വിസ എന്നുള്ള വ്യത്യാസം പോലും ജോൺസേട്ടായിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജോൺസേട്ടായി എൻ്റെ എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺസേട്ടൻ.
ഇപ്പൊ ഹാപ്പി ഒന്നുമല്ല, മനസ്സിന് നല്ല സങ്കടമുണ്ട്. പിന്നെ അപ്പോഴും ഞാൻ പരാതിക്കാരിയുടെ കൂടെയാണ്. കാരണം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം കൂടെ ഞാൻ റിവീൽ ചെയ്യാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ ഇതിനു മുമ്പ് ഒരു ഏജൻസിയിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഞാൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ദിവ്യ എന്തെങ്കിലും വിളിക്കണോ? ഓക്കെ, തീർച്ചയായിട്ടും വിളിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഏജൻസിക്ക് വീഡിയോ ചെയ്തു കൊടുത്തതാണ്. ആ ഏജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു അവർ കുറേ വർക്ക് വീസ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നോടൊരു 3-4 വീഡിയോ ചെയ്തു ചോദിച്ചു. അതും നമ്മുടെ വയനാട് സ്വദേശികളാണ്, ഭാര്യയും ഭർത്താവും കൂടിയാണ്. അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇനിയുള്ളതിൽ വരും കേട്ടോ. കാരണം പൈസ ഒക്കെ പോയിരിക്കുന്നത് അവരുടെ കൈവശമാണ്. ഓക്കെ, വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവർ മുഖാന്തരം പോയ കുറേ പേർക്ക് അവിടെയും ജോലി ഇല്ലാണ്ടായി, UK എത്തിയിട്ടും ജോലി ഇല്ലാണ്ടായി. അങ്ങനെ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴും അതുപോലെ ഇവിടെ നിന്ന് കുറച്ച് പേർക്ക് പോകാൻ പറ്റാണ്ടായപ്പോഴും ഞാൻ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇവരുടെ പൈസ തിരിച്ചു വാങ്ങി കൊടുക്കുന്ന കാര്യത്തിനൊക്കെ ഞാൻ അഹോരാത്രം 1 വർഷമായി ഈ കാൻഡിഡേറ്റുകളെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയ വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ, എൻ്റെ ഫ്ലാറ്റിൽ. ഇതിൽ എനിക്കുണ്ടായ ഇൻവോൾവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നേരത്തെ തന്നെ പറഞ്ഞ പോലെ എനിക്ക് ഈ വിസ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും അറിയത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതൊന്നും എൻ്റെ ഒരു ഇതല്ല, എനിക്ക് വേറെ ഒരു ബിസിനസ് സിമെന്റ് കടയാണ്. അപ്പൊ ജോൺസേട്ടായിക്ക് വെച്ചിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഇടയ്ക്ക് എന്റെ സ്റ്റുഡൻസ് ഒക്കെ പോകുമ്പോൾ ഞാൻ ജോൺസേട്ടായിന്റെ ക്രെഡിറ്റ് കാർഡിൽ കുറച്ച് എമൗണ്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീമിയം കാർഡാണ്. അപ്പൊ എന്റെ ചില സ്റ്റുഡൻസ് പോകുമ്പോൾ അവരുടെ ഇൻഷുറൻസ് അത് വെച്ച് പേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പരാതിക്കാരിയുടെയും IHS ചാർജ് അടയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് കൊടുത്തതാണ്. അതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അതിന് ആ ഒരു 3,41,000 കാര്യത്തിനാണ് എന്റെ ഹസ്ബൻഡിനെ പോലീസ് വിളിച്ചുകൊണ്ട് പോയതും. പക്ഷേ ഇത് ഞാൻ ഈ 3,40,000 രൂപ എനിക്ക് ഈ പരാതി കൊടുത്ത ആര്യ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതാണ് ആ പൈസ. അപ്പൊ ആ എമൗണ്ട് പിന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടുന്നത് ഈ 11 ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ വീഡിയോ എന്റെ സ്റ്റഡി വിത്ത് ന്യൂസിലും അങ്ങനെയുള്ള എല്ലാ പേജിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അർച്ചീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാൻഡിഡേറ്റിന്റെ പൈസ ഒരു 3.25 കോടിയുള്ളവരുടെ കയ്യിലുണ്ട്. ഓൾറെഡി UK പോയിട്ടുള്ള ആളുകൾക്ക് കുറെ പേർക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഇവരോട് കാല് പിടിച്ച് പറഞ്ഞതാണ്, സോർട്ട് ചെയ്ത് തരണം. കാരണം ആളുകൾക്ക് എന്നെ അറിയത്തുള്ളൂ, ഇവരെ അറിയത്തില്ല. ഇവരുടെ മുഖം എവിടെയും കാണിക്കില്ല. പക്ഷെ ഈ പ്രശ്നം ഉണ്ടായപ്പം പോകാൻ പറ്റാതെ ആയ ആളുകളെ ഞാൻ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകുകയും ഇവരുടെ പാരന്റ്സിനോട് വിവരം പറയുകയും അതുപോലെ തന്നെ എല്ലാവർക്കും നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെന്റ് പ്ലസ് ചെക്ക് വാങ്ങി കൊടുക്കുകയും കുറേശ്ശെ പൈസ അവൻ കൊടുത്തോണ്ടിരുന്നതായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഇൻവോൾവ്മെന്റ് ഞാൻ ഒരു ശരിക്കും ഈ കാൻഡിഡേറ്റിന് നമ്മൾ ഒരു ഉപകാരം ചെയ്ത് കൊടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ വർക്ക് വിസാന്നോ അല്ല വിസ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ സിമെന്റ് കച്ചവടവും കമ്പി കച്ചവടവും പിന്നെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ പോകുന്ന ആളാണ്. അപ്പം ഞാനീ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും വരലില്ല, എനിക്ക് വരാൻ താല്പര്യമില്ലാത്ത സംഭവമാണ്. എനിക്കുമായിട്ടുള്ള ഇഷ്യൂ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു നിരപരാധി അറസ്റ്റ് ചെയ്തെന്നുള്ള കണ്ടീഷനാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്താ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു. അത് ഈ കാൻഡിഡേറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവർക്ക് അത്ര എമൗണ്ട് പോകില്ല എന്ന കണ്ടീഷനിൽ നമ്മൾ ഉപകാരം ചെയ്ത് കൊടുത്തതാണ്. അതായത് നമ്മൾ ഫേവർ ചെയ്ത് കൊടുത്താൽ അങ്ങനെ പോയി ഷോട്ടോട്ടോ അല്ലെങ്കിൽ ഫേവർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഈ എമൗണ്ട് ഇവരുടെ വിസ റിജക്റ്റ് ആയ സമയത്ത് ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു കയറി അതേ ദിവസം തന്നെ തൊട്ടിട്ട് ഞാൻ ആദ്യം അന്ന് തന്നെ നമ്മൾ പിന്നെ 1,50,000 പിന്നെ 50,000 രൂപ എന്നാണ് പറഞ്ഞിട്ട് ആ എമൗണ്ട് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ റിപ്പോർട്ട്സ് കംപ്ലീറ്റ് നമ്മൾ കോടതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആകെ 3,40,000 രൂപയുടെ കേസ് കിട്ടി. ബാക്കിയുള്ള ആളുകളുടെ അക്കൗണ്ടിൽ ഈ ബിബിൻ ജോർജ്, ഈ 11 ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരനാണ് ബിബിൻ ജോർജ്, വയനാട് സ്വദേശി. അവന്റെ അച്ഛന്റെ അനിയന്റെ അക്കൗണ്ടിൽ, അവന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്ന 56 ലക്ഷം രൂപയാണ് കാൻഡിഡേറ്റിനോട് വാങ്ങിയത്. പിന്നെ ആളുകൾ നമ്മളടുത്ത് എങ്ങനെങ്കിലും പോണം ചേച്ചി എന്നൊക്കെ പറഞ്ഞു വരുമ്പം പിന്നെ ഇവൻ ലൈസൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെയായിരുന്നു എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അവൻ ഇപ്പോഴാണെങ്കിലും ലൈസൻസ് ഉണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു, ആളുകൾ എങ്ങനെയും പോട്ടെ എന്ന് ഓർത്ത് കണക്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ആ ഒരു ഇൻസിഡന്റിന് ശേഷം എന്നോട് വർക്ക് വീസ ചോദിക്കുന്നതിനോട് ഞാൻ പറയാറുണ്ട്, ഇത് ഫ്രോഡാണ്, തട്ടിപ്പാണ്, ഏജന്റ് പറഞ്ഞ തട്ടിപ്പാണ്, ഞാനത് ചെയ്യില്ല. ഒരു ഏജൻസിക്ക് അതിന് ശേഷം ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ട് കൊടുത്തില്ല. ഈ 3,40,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ എങ്ങനെയാണ് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു അല്ലെങ്കിൽ 3,41 കണക്കാക്കിയിട്ടേ എങ്ങനെയാണ് പിന്നെ അങ്ങനെ അറസ്റ്റ് ലക്ഷങ്ങൾ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന സമയത്ത് 3,41,000 രൂപ UK ഹോം ഓഫീസിലേക്ക് ഇമിഗ്രേഷനിലേക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഫണ്ട് വന്നപ്പോൾ റീഫണ്ട് ചെയ്ത ഒരാളെ പോലീസുകാർ വന്ന് വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ കോടതി കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ഈ ഒരു എമൗണ്ടിന്റെ പേരിൽ വളരെ കൊടുത്തിട്ടുണ്ട്, റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയൊരു എമൗണ്ട് വേണ്ടിയിട്ട് എത്രയോ കോടികൾ പരിശീലിക്കുന്ന വരെ മൈൻഡില്ല. പക്ഷേ ഈ ഒരു എമൗണ്ട് പേരിൽ
ഞാൻ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ 24 മണിക്കൂറുള്ള ആളാണ്. അപ്പോൾ 24 മണിക്കൂറും ആ പരിധിയിലുള്ള ആളെ ഇവിടെ ഞാനിവിടെ ഫംഗ്ഷൻ വന്നപ്പോൾ കോഴിക്കോട് ഫംഗ്ഷൻ വന്നപ്പം ഒരു പ്രയർ നോട്ടീസോ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേഷനിൽ കോൾ ചെയ്താൽ അറ്റ്ലീസ്റ്റ് ജോൺസൺ നീ ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തും. ആ ഒരു കോള് പോലും ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് ശരിക്കും മറ്റേ ഈ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പേര് ഇങ്ങനെ പരാതി ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. പരാതി ഉണ്ട് ജോൺസൺ ഒരു പരാതി ഉണ്ട് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ഇതിപ്പോൾ ഈ കേസ് 3-4 മാസത്തെ കേസിട്ടാണ്. അത് കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അതൊക്കെ സ്റ്റേഷനിൽ പോയി കാണുന്ന കാര്യങ്ങളൊക്കെ ഓരോ ആവശ്യത്തിന് പോയിട്ടുണ്ട്. മറ്റേ ഈ ബെയിലിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രതിയല്ല. അങ്ങനത്തെ ഒരാളെ ഈ പെട്ടെന്ന് വന്നിട്ട് ഒരു പ്രയർ നോട്ടീസോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഫോൺ കോൾ പോലും ഇല്ലാതെ എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇതിൽ എന്ത് താല്പര്യമാണ് പോലീസിന് എന്നൊക്കെ അതെനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതിക്കാരി SP ഓഫീസിലും DYSPയിലും പോയിട്ട് കുട്ടി ഓട്ടിസം ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അവരുടെ പൈസ പോയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിവുള്ളതാണ്. അവരുടെ ഒരു വ്യാജ പരാതിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ പൈസ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പല ആളുകളുടെ അക്കൗണ്ടിലിട്ട് ഇതെല്ലാം കൂടെ എന്റെ തലയിൽ 44 ലക്ഷം കെട്ടിവെച്ചപ്പോഴാണ് ഞാനാണെങ്കിൽ പോലും ബെയിലിൽ പോയത്. അതുവരെ ഞാൻ അവരോട് പറഞ്ഞാണ് നമുക്ക് നിങ്ങൾ വാ എന്റെ വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ബിബിൻ ജോർജിന്റെ അച്ഛന്റെ അനിയന്റെ മോന്റെ അക്കൗണ്ടിലേക്കും ബിബിൻ ജോർജിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കുമാണ് ഈ പൈസ ഇട്ടത്. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ ഫുൾ എക്സ്പെൻസ് എടുക്കാം, നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് എന്താ വെച്ചാൽ ഞാൻ എടുക്കാം, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് അവരുടെ വീട്ടിൽ പോകാം, നമുക്ക് അവിടെ കുത്തിയിരിക്കാം, പൈസ വാങ്ങാന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു വിസ ബാൻ വന്നിട്ടാണ് രണ്ടാമത് ഇവരുടെ കൊല്ലം സ്വദേശിയിൽ നിന്ന് എടുത്തൊരു വിസ ബാൻ വന്നതാണ്. അയാൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ജെന്യൂൻ ആണ്. പക്ഷെ ഇവരുടെ എന്തോ ഡോക്യുമെന്റിന്റെ പ്രശ്നം കൊണ്ടാണ് ബാൻ വന്നത്. ആ ബാൻ ലെറ്റർ എന്റെ കയ്യിലുണ്ട്. അതും അയാളുടെ അക്കൗണ്ടിൽ പോയ പൈസയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു UK വിസയ്ക്ക് ഇത്ര പൈസ ഇല്ല, നിങ്ങൾക്ക് ബാൻ വന്ന സ്ഥിതിക്ക് നമുക്കത് അവരോട് സംസാരിക്കാം. പക്ഷെ ആരുടെയൊക്കെ ഉപദേശപ്രകാരം ഇവരെന്ത് ചെയ്തു, ഓവർ സ്മാർട്ട് കാണിച്ചിട്ടാണ് എന്റെ പേരിലേക്ക് തട്ടത്. ഇവർ വിചാരിച്ചു എനിക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ എന്റെ മാനഹാനി ഭയന്ന് ഞാനിത് കൊടുക്കുന്നവര് തെറ്റിദ്ധരിച്ചു പോയി. ഒരിക്കലും ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ ഒരു ഇതുള്ള ആളല്ല ഞാൻ. നമ്മൾ കൊടുക്കാൻ വേണ്ടി ഈ പൈസ ആരെ കൊണ്ട് ഇട്ട് കൊടുത്തോ അവരെ കൊണ്ട് കൊടുക്കാൻ പ്രഷർ ചെയ്യിക്കാന്നല്ല, പ്രഷർ ഞാൻ ഈ കാൻഡിഡേറ്റുകളെ കൊണ്ട് കാൻഡിഡേറ്റിന്റെ കൂടെ തന്നെയാണ് എന്നോട്ടിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ വരാത്ത പൈസ നമ്മൾ ഉപയോഗിക്കാത്ത പൈസ നമ്മൾ എടുത്ത് കൊടുക്കാൻ പറ്റും. വോയിസ് കേൾക്കുന്നില്ലാന്ന് ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ്. വി കാൻ ഹിയർ വോയിസ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് ചുരുക്കി പറഞ്ഞു തരാം. ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏജൻസിക്ക് കുറച്ച് വീഡിയോ ചെയ്ത് കൊടുത്തായിരുന്നു. ഫാമിലി ഫ്രണ്ട് ആണ്, ഭാര്യയും ഭർത്താവും തന്നു ചോദിച്ചപ്പോൾ വീഡിയോ ചെയ്ത് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് വർക്ക് വിസ ചെയ്യുന്നുണ്ട്, ലൈസൻസ് ഉണ്ട്, കാര്യങ്ങൾ എന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആ വീഡിയോയിലൂടെ കുറച്ച് ആളുകളെ അങ്ങോട്ട് അവരെ കോണ്ടാക്ട് എന്താ പറയാ അവർക്ക് മിസ്ഗൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്റെ വീഡിയോ എനിക്ക് ശരിക്കും പറഞ്ഞു തരാം. എനിക്കെന്താ പറയാ, എനിക്കെന്താ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്റെ ജോൺ ചേട്ടായിക്ക് അറിയില്ല, ഒരു കാര്യം പോലും. അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജോൺ ചേട്ടായി പൊക്കോട്ടെ, പാവങ്ങളല്ലേ, അതും ജോൺ ചേട്ടായി ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. ക്രെഡിറ്റ് കാർഡ് തരില്ല എന്ന്. കാരണം അതിന്റെ OTP ഒക്കെ വേറൊരാൾക്കൊരു 3rd പേഴ്സൺ നമ്മൾ കൊടുക്കണം. ചെയ്യില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ നിർബന്ധിച്ച് ചെയ്യുകയും ഇനി എന്റെ ജോൺ ചേട്ടായിന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ആർക്കും ഇഷ്ടമല്ല ഞാൻ ഈ ഫീൽഡിൽ. കാരണം ഞാൻ വല്ലാത്ത ബിസി ആയിപ്പോയി. കാരണം എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ വിശ്വസിച്ച് വരുന്നത്. കാരണം പല ഏജൻസികളും വിസ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരെ കൈയൊഴിയും. ഞാൻ അങ്ങനെയല്ല. പോയ സ്റ്റുഡൻസിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ ഫുള്ള് ഇതിൽ ബിസി ആയപ്പോൾ എൻ്റെ മോളാണെങ്കിൽ എന്നോട് പറയും മമ്മിക്ക് എന്നെ നോക്കാൻ സമയമല്ല. എൻ്റെ ജോൺ ചേട്ടൻ്റെ വീട്ടുകാർ പറയും നീ നിർത്ത്, എന്തിനാണ് ഇങ്ങനെ. കാരണം നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒരു കമ്മീഷനും കിട്ടില്ല, നമ്മൾ വാങ്ങത്തുമില്ല. നമുക്ക് യൂണിവേഴ്സിറ്റി ഒരു കമ്മീഷൻ തരും, അത് ചിലപ്പോൾ 1 വർഷം എടുക്കും കിട്ടാൻ വേണ്ടി. ഈ 1 വർഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നിന്ന് പിന്നെ ഞാൻ കൂടുതൽ ഇതിനകത്ത് എഫേർട്ട് എടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ബിബി ജോർജ് പറ്റിച്ചു പോയപ്പോൾ കുറേ ആളുകളുടെ പൈസ അവൻ കയ്യിൽ വാങ്ങിയെടുത്തതാണ്. അതിന് തെളിവില്ല. പക്ഷെ കാൻഡിഡേറ്റ് എൻ്റെ മുമ്പിൽ വന്ന് കരയുമ്പം എനിക്ക് അവരോട് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാസർഗോഡ് സ്വദേശിനിയിൽ നിന്നൊക്കെ 5 ലക്ഷം രൂപ കയ്യിൽ വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കയ്യിൽ വാങ്ങിയ പൈസയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇട്ട് കൊടുത്തതാണ്. അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരുടെ സപ്പോർട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ഇവന്റെ ഒരു 3.25 കോടിയോളം പറ്റിച്ചെടുത്ത് അവൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ, അമ്മേൻ്റെ അക്കൗണ്ടിൽ. എന്നിട്ട് ഇവൻ എൻ്റെ കാൻഡിഡേറ്റിന് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത്. ഓക്കെ, അത് കൂടാതെ ഇവൻ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എനിക്കെതിരെ കൊണ്ടുപോയിട്ട് എനിക്കും കാൻഡിഡേറ്റിനെതിരെ കൊണ്ടുപോയിട്ട് ഇവൻ മുഖ്യമന്ത്രിക്ക് വരെ കംപ്ലൈന്റ് കൊടുത്തു. ഇവർ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ല, ഇവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് വരെ ഇവൻ കംപ്ലൈന്റ് കൊടുത്തു എനിക്കെതിരെ. എന്നിട്ട് കൽപ്പറ്റ ഡിവൈഎസ്പി കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിച്ച് പറഞ്ഞാണ് ഇവന്റെ കയ്യിൽ ആളുകളുടെ പൈസ ഉണ്ട്, അത് കൊടുക്കാതിരിക്കാനുള്ള ഇവന്റെ തട്ടിപ്പാണെന്ന് ഡിവൈഎസ്പി വരെ ഇത് കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്തതാണിത്. ഓക്കെ, ഒരാൾ എനിക്കെതിരെ. എന്നിട്ട് ഞാൻ ഇവനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കാതിരുന്നത് എന്നെ വിശ്വസിച്ച പാവം കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇവനൊരു എഗ്രിമെന്റും ചെക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിൽ ഇവൻ പൈസ കൊടുക്കും. കാൻഡിഡേറ്റ് എന്നോട് പറഞ്ഞു, ചേച്ചി അവൻ പൈസ തരട്ടെ, ഇത്രയും പൈസ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്നത്ര ആളുകളുടെ പലിശ അടയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് പറ്റാത്തത് കൊണ്ടും അതുപോലെ ഓൾറെഡി UK പോയ കുറെ പേർക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾ 20 സെന്റ് സ്ഥലം വെച്ചിട്ടാണ് കുറെ ഞങ്ങൾ സോർട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയ്ക്കും കൂടുതൽ സ്റ്റുഡൻസിനെ എടുത്ത് കൊടുത്തോണ്ടിരുന്നത്, ഞാൻ ഫുൾ എഫേർട്ട് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് എനിക്ക് യൂണിവേഴ്സിറ്റി കമ്മീഷൻ വേണം. ആ കമ്മീഷന് എനിക്ക് ആളുകളുടെ ഇപ്പോൾ 3 FIR എന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് എൻ്റെ കൂട്ടുകാരെയും ഞാനും കൂടെ കൊണ്ട് കൊടുത്ത കംപ്ലൈന്റ് ആണ്. അതിനകത്ത് എന്തുകൊണ്ടാണ് ആ FIRൽ എൻ്റെ പേര് വന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ. അപ്പോൾ പോലീസുകാർ പറഞ്ഞു FIRൽ പേരിടാതിരിക്കാൻ പറ്റില്ല. അതുപോലെ കളമശ്ശേരി കാക്കനാടുള്ളതിലും അതുപോലെ തന്നെയാണ്, വീഡിയോ വഴി ലിങ്ക് ആയതുകൊണ്ടാണ് എനിക്കെതിരെ വന്നത്, അല്ലാതെ ഒരിക്കലും അവരുടെ പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ടോ ഒന്നുമല്ല. ഇനി ഈ പരാതിക്കാരി ശരിക്കും പോകണം, അവിടെ പോയി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷെ പരാതിക്കാരിനെ ഞാൻ കുറ്റം പറയാത്ത എന്തുകൊണ്ടാ വെച്ചിട്ട് അവർക്ക് സുഖമില്ലാത്തൊരു കുണ്ടുണ്ട്, അവർ പോകണം എന്ന് ഉദ്ദേശിച്ചതൊരു കാര്യമാണ്. അവരുടെ ഫണ്ട് പല ആളുകളുടെ കയ്യിലായിട്ടുണ്ട്. അവരുടെ ഫണ്ട് അത് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളും അവരുടെ കൂടെ നിൽക്കണം, എന്റെ കൂടെ നിൽക്കണം. ഇത് കൂടാതെ വേറെ കുറെ കാൻഡിഡേറ്റ്സിന്റെ പൈസ ഉണ്ട്. ഞാനിതൊന്നും അവന്റെ ഫോട്ടോ പോലും ഞാൻ ഇടാതിരുന്നത് ആളുകളുടെ പൈസ കൊടുത്തോട്ട് നിർത്തിട്ട്. ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ തന്നെ കുറെ ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ കുറെ വീഡിയോ ചെയ്യുന്നു, ആളുകൾക്ക് പൈസ കൊടുത്തോണ്ട് കുറെ കാര്യം. കാരണം അവന്റെ അടുത്ത് കട്ടുവെച്ച പൈസ ഉണ്ട്. ഈ കട്ടുവെച്ച പൈസ അവൻ വാങ്ങിയിരിക്കുന്നത് അവന്റെ അക്കൗണ്ടില്, അവന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ മാത്രം 1/2 കോടിയിലേറെ രൂപ പോയിട്ടുണ്ട്, അമ്മായിമ്മേന്റെ അക്കൗണ്ടില്. അതുപോലെ തന്നെ അവന്റെ ഭാര്യന്റെ അമ്മേന്റെ അക്കൗണ്ടില്, സുഹൃത്തുക്കളുടെ അക്കൗണ്ടില്. ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ മൊത്തം ഞാൻ വിളിച്ചതാണ്. അവർ പറഞ്ഞത് ഈ പൈസ കൊണ്ട് അവർ റിസോർട്ട് വാങ്ങാൻ വേണ്ടി തന്നതാണ്. അതുപോലെ ഇവൻ എന്താണ് ഇഞ്ചി കൃഷിന്റെ വളത്തിന്റെ പൈസ കൊടുത്തതാണ്. അങ്ങനെ ഇവൻ പറയുന്നത് UK അയച്ചു, അവിടെ സ്റ്റക്കായി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നുമല്ല എന്നുള്ളത് പിന്നീടും അവന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്താണ് ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്ക്, കുറച്ചും കൂടെ വർക്ക് വിസയ്ക്ക് നമുക്ക് ആളെ പിടിക്കാം, ആളെ പിടിച്ചിട്ട് നമുക്ക് ആ പൈസ എടുത്ത് കൊടുക്കാനുള്ളവരുടെ സോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു നിന്റെ കൂടെ ഞാൻ നിൽക്കൂല, ആ വോയിസ് ഒക്കെ എന്റെതുണ്ട്, ആളുകളെ പറ്റിക്കാൻ ഞാൻ കൂടെ. അപ്പൊ നമ്മുടെ അന്നൂസ് ഫുഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അപ്പൊ അതിന് ഏകദേശം 2 ലക്ഷത്തിൽ മുകളിൽ മറ്റേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ കണ്ടന്റ്. അപ്പൊ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ല. അപ്പൊ അതിനകത്ത് വിഷയം എന്താണെന്ന് വിസ തട്ടിപ്പാണ് വിഷയം. ഏകദേശം 40 ലക്ഷം രൂപയുടെ മുകളിൽ, അത് 40 ലക്ഷം രൂപ 44 ലക്ഷം രൂപ ഇവർ ആദ്യം മേടിച്ച്, ആദ്യം ഞങ്ങളിങ്ങനെ ജോബ് വിസ തരാന്ന് പറഞ്ഞിട്ട് ഈ ആര്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ നിന്ന് മേടിച്ച്. അപ്പൊ പുള്ളിക്കാരി പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ല, പുള്ളിക്കാരിയുടെ ആദ്യം മേടിച്ചു കഴിഞ്ഞ് പിന്നെ അത് തിരിച്ചു ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ജോലി എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് മറ്റേ ജിബിൻ അല്ലല്ല പുള്ളിക്കാരൻ്റെ പേരെന്തോന്ന്, ബിബിൻ ജോർജ് പറ്റിച്ചു പുള്ളിക്കാരിനെ എന്നുള്ള രീതിക്കായി പിന്നെ പുള്ളിക്കാരി പറയുന്നത്. അതായത് ഒരാളുടെ നിന്ന് കാശ് മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്കൊരു ഉത്തരവാദിത്വമില്ല, അതായത് അയാൾ കൊണ്ടുപോയിട്ട് അത് വേറൊരാൾക്ക് കൊടുത്തപ്പോൾ അയാൾ പറ്റിച്ചു, ബിബിൻ പറ്റിച്ചു. അതായത് അന്നാന്ന് പറഞ്ഞ് ഇവർക്ക് ഉത്തരവാദിത്വം ഒന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇട്ട് ന്യായീകരിക്കണതാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ, നിങ്ങൾ അതിന് ഉത്തരവാദിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാശ് മേടിച്ചത് നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് നിങ്ങൾ വന്നിരുന്നിട്ട് ഇട്ട് ന്യായീകരിക്കണതാണ്. അതായത് പിന്നെ ആര്യ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഇവർ കുറ്റം പറയുന്നുണ്ടായി, അതായത് കാശ് കൊടുത്ത ആൾക്കാരെയും കുറ്റം പറയുന്നുണ്ടായി. കാശ് മേടിക്കുന്ന വരെ ഇവര് ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും, കാശ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവര് ചീത്ത എന്നുള്ള ഒരു ലൈനാണെന്ന് തോന്നുന്നത് ഈ അന്ന എന്ന് പറഞ്ഞ ഇവർക്ക്. പിന്നെ അതേപോലെ തന്നെ ഇവർ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, അതായത് ഞങ്ങളിങ്ങനെ കാശ് കൊടുക്കുന്നുണ്ടായി, അവിടെ വന്നവർക്ക് കാശ് കൊടുത്തു, അപ്പൊ ഇവർ ആ സമയത്ത് അവിടെ ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പൊ ഇതിനകത്തേക്ക് എന്ത് ന്യായീകരണമാണ് ഇത്? അതായത് നിങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണോ കാശ് മേടിച്ചത് അതേപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് അത് മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് അവർ അവിടെ വന്നില്ല, അപ്പൊ ഞങ്ങളവിടെ
കുറച്ച് കൊടുക്കുന്നുണ്ടായി എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും ഒരു ന്യായീകരണം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കിത് കാണുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നമ്മൾ സോഷ്യൽ മീഡിയനകത്ത് കാണുന്നവർ ഇപ്പം സോഷ്യൽ മീഡിയനകത്ത് നമുക്ക് പലരെയും കാണും. ഇപ്പം എന്നെ കാണുന്നുണ്ട് നിങ്ങൾ, അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങൾ കാണും ഇവിടെ. പക്ഷേ ഇവരൊക്കെ പറയുന്ന കേട്ടിട്ട് ഇപ്പം ഞാൻ തന്നെ ഒരു പ്രൊമോഷനും കാര്യങ്ങളും വല്ലതും ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചോ. അപ്പം നിങ്ങൾ ഒരിക്കലും ആ പ്രൊമോഷൻ 100% വിശ്വസിക്കാൻ പാടില്ല. ഞാനിപ്പോൾ പറയുന്നത് ഈ ഫോൺ കണ്ട, ഇതൊരു കിടിലം ഫോണാണ്, നിങ്ങൾ എല്ലാവരും മേടിച്ചോ, നിങ്ങൾക്ക് നാളെ തുടങ്ങി നല്ല ഉയർച്ചയിലെത്താൻ പറ്റും ഈ ഫോൺ മേടിച്ചാലെന്ന് ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയണതാണ് എന്നും പറഞ്ഞിട്ട് ഇപ്പം ചിലപ്പോൾ എന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് കണ്ണും പൂട്ടി അങ്ങ് മേടിക്കും. പക്ഷെ അങ്ങനെ മേടിക്കാൻ പാടില്ല. ഞാൻ പറയണത് കാര്യം, നമ്മൾ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞെന്താണ്, ഈ ഫോണിൻ്റെ കമ്പനിക്കാരെ എനിക്ക് കാശ് തന്നിട്ടുണ്ടാവും. അപ്പം എനിക്ക് ലാഭമില്ലാത്തൊന്നും ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യൂല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും സോഷ്യൽ മീഡിയനകത്ത് വന്നിരുന്ന് പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പാടില്ല. അത് മെയിനായിട്ട് പ്രൊമോഷൻ ഐറ്റംസ് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പാടില്ല. ഇപ്പം ഇവർക്ക് പണി കിട്ടിയത് അത് തന്നെയാണ്, 44 ലക്ഷം രൂപയുടെ മുകളിൽ. അത് ഒരു പ്രാവശ്യം പോയി പിന്നെ രണ്ടാമതും കൊടുത്തവർ. ആദ്യം ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ കഥ അറിയാലോ, അതേപോലെ ഇവർ രണ്ടാമതും കൊണ്ടുപോയി കൊടുത്ത് സമ്മതിക്കണം കേട്ടോ. ഈ ഒരു പ്രാവശ്യം പറ്റിച്ചവരുടെ കയ്യിൽ തന്നെ പിന്നെയും കൊണ്ട് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചില്ലറ ഇതൊന്നും പോരാ. അപ്പം എന്തായാലും എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ള. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക. പിള്ളേർക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരേക്ക് ടാറ്റ ബൈ സീ യു.